ന്യൂ ഇയർ ആയതുകൊണ്ട് ഒന്നും നോക്കിയില്ല. 1-ാം തീയതി തന്നെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ മേടിച്ചു. കുട്ടിക്കാലം തൊട്ടേ ക്രാഫ്റ്റ് ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റത്തെ സാധനമാണ് ഈ കാണുന്ന ഈ ഇല. ഒരു കാർഡാണെന്നൊക്കെ തോന്നും, പക്ഷേ കുറച്ചൊരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. ഇത് ഞാൻ ജാം ജൂമെന്നാണ് കേട്ടോ മേടിച്ചത് ഈ ഐറ്റംസ് എല്ലാം. ഓക്കെ, അടുത്തതാണ് ഈ കാണുന്ന ക്യൂട്ട് ബോക്സ്. ഇത് സത്യത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ ഇതിൻ്റെ ഉള്ളിലൊരാളുണ്ട്, ഈ താറാവ്. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിങ്ങനെ ഡെസ്ക് ഓർഗനൈസേഷൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വെക്കാമല്ലോ, അതാലോചിച്ചിട്ട് മേടിച്ചതാണ്. പിന്നെ ആട്ടോ ഈ ക്രാഫ്റ്റ് സ്റ്റിക്ക്. ശരിക്കും പണ്ട് നമുക്ക് ബോൾ ഐസ്ക്രീമിൻ്റെ ഒപ്പമൊക്കെ കിട്ടിയിരുന്ന സ്റ്റിക്കായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെയാണ് അറിഞ്ഞ് ക്രാഫ്റ്റ് സ്റ്റിക്ക് നമുക്കിങ്ങനെ അവൈലബിൾ ആണെന്ന് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ചു. ഞാൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 എണ്ണി മടുത്തു. അപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ ഈ ഐറ്റം എനിക്കിഷ്ടപ്പെട്ടു, അപ്പോൾ ഞാനത് മേടിച്ചു. നെക്സ്റ്റ് ഐറ്റമാണ് റിബൺ. ഹാപ്പി ആനിവേഴ്സറിൻ്റെയും അതേപോലെ ഫോറെവറിൻ്റെയും നല്ല പിങ്ക് കളറുള്ള റിബണാണ് ഞാൻ മേടിച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ഒരു ബണ്ടിലിനായിട്ട് തന്നെ 999 റുപ്പീസാണ് കേട്ടോ. അപ്പം ഞാൻ അത്രയും ഒന്നും മേടിക്കാൻ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് കുറച്ച് മേടിച്ച്. നെക്സ്റ്റ് ഐറ്റമാണ് കളർ മിക്സിങ് പാലറ്റ്. ഇതിൻ്റെ ആ ഒരു ഫ്ലവർ മോഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പോൾ വേറെ ഒന്നും നോക്കാതെ ഞാനെടുത്ത് എൻ്റെ കാർട്ടിലിട്ടു കേട്ടോ. പിന്നെ കുറേ കാലമായി ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു കേട്ടോ ഈ സാധനം, മിനി കട്ടർ. എൻ്റെ കയ്യിൽ ഓൾറെഡി ചെറിയ കട്ടേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ചെറുത് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് മേടിച്ചു. ഇത് അത്യാവശ്യം നല്ല സാധനം കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇതിങ്ങനെ ഒരു വട്ടം ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോഴേക്കും അവിടെ നിൽക്കുന്നു, പക്ഷേ അങ്ങനെ നിൽക്കുന്നില്ല. നമ്മൾ കൈ വിട്ടാൽ സംഭവം മേ ബി നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, അത്യാവശ്യം നല്ല മൂർച്ചയുള്ള സാധനം കേട്ടോ. മൂർച്ച ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഇതെന്തിനാണ് മേടിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഈ സാധനം. എന്നാൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് മേടിച്ച്. നല്ല കട്ടിയുള്ള ത്രെഡാണ് കേട്ടോ. ഒന്ന് ചൂടിക്കയറ് പോലെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ മേടിച്ചതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഡെസ്കിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കൊന്ന് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയൊരു അടിപൊളി സാധനമാണ്. ഒരു കുഞ്ഞു മെഴുകുതിരി പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലൈറ്റ്. സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ കുറച്ച് കാലമായിട്ട് വാട്ടർ കളർ മേടിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അക്രൈലിക്കും ഫാബ്രിക്കൊക്കെ ഉണ്ടെങ്കിലും വാട്ടർ കളർ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡോംസിൻ്റെ വാട്ടർ കളറാണ് മേടിച്ചത്. ഇതിനകത്ത് ഏകദേശം 12 ഷെയ്ഡ് കളേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ഓപ്പൺ ആക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു കേട്ടോ. എങ്ങനെ ഓപ്പൺ ആക്കേണ്ടത് മനസ്സിലായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവം ടെക്നിക്ക് പിടികിട്ടി ഓപ്പൺ ആക്കി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഈ ഡോംസിൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഡോംസിൽ ഇവർ ഇറക്കുന്നത്. അടുത്ത പ്രൊഡക്റ്റാണ് കേട്ടോ, കറക്ഷൻ ടേപ്പ്. സത്യം പറഞ്ഞാൽ ഇത് മേടിക്കുമ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കരുതിയത് പശയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ സെല്ലോ ടാപ്പ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് സംഭവം കൈ കിട്ടിയിട്ട് ഞാൻ കുറേ ഓപ്പൺ ആക്കിയൊക്കെ നോക്കി. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയപ്പോൾ അവസാനം സംഭവം റെഡി ആയിട്ടോ. അതിനകത്തുള്ള കറക്ഷൻ ടേപ്പിൻ്റെ കറക്ഷൻസൊക്കെ വന്നു. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. അടുത്ത പ്രൊഡക്റ്റാണ് ഡോംസിൻ്റെ തന്നെ ഒരു അടിപൊളി ക്രയോൺസ്. ഞാൻ സാധാരണ ചെറുപ്പത്തിലെ കണ്ടുവരുന്ന ക്രയോൺസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ചെയ്യാത്ത ക്രയോൺസ് ആയിരുന്നു. അങ്ങനെ ക്രയോൺസ് ഞാൻ മേടിക്കാറില്ല. പക്ഷേ ഇനിയിപ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ നമുക്ക് ക്രയോൺസ് ആവശ്യമാണ്. അപ്പോൾ അതാലോചിച്ചിട്ട് ഞാനിത് മേടിച്ച കേട്ടോ. എനിക്ക് ആ ബോക്സും ഇഷ്ടപ്പെട്ടു, ക്രയോൺസ് അതിലേറെ ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനൊരു പിങ്ക് കളർ ക്രയോൺസൊക്കെ എടുത്ത് ഞാൻ നോക്കി എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു. ആഗ്രഹിച്ച് മേടിച്ചൊരു പ്രൊഡക്റ്റാട്ടോ ഈ കാണുന്നത്. ഇതിനകത്ത് ദ ബെസ്റ്റ് വിഷസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇപ്പോൾ കിട്ടുമ്പോൾ തന്നെ സാധനം നശിപ്പിക്കുന്ന മോശമായതുകൊണ്ട് അതവിടെ തന്നെ വെച്ചു. എനിക്ക് ഷോ ഓഫൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോയിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ സംഭവങ്ങൾ മേടിക്കണം വിചാരിച്ചായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ലൈറ്റിംഗ് ഒക്കെ ഉള്ളൊരു LED ലൈറ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഞാൻ കരുതിയത് ഇങ്ങനെ തന്നെ മിന്നത്തേ ഉള്ളൂ, അപ്പോൾ ആകെ കൊള്ളാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഒന്നുകൂടെ എനിക്കിപ്പോൾ അതിൻ്റെ മിന്നൽ കുറച്ച് കുറഞ്ഞു. പിന്നെ എനിക്കിപ്പോൾ മിന്നുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണിത്. പിന്നെ ഇതാ ഈ സാധനം കുപ്പി കണ്ടിട്ട് മാത്രം മേടിച്ചാണ്.
അതിൻ്റെ ഉള്ളിൽ ക്ലേ ആണ്. ക്ലേ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല, എനിക്ക് ക്ലേ കൊണ്ടുള്ള ക്രാഫ്റ്റ് വർക്കൊന്നും അറിയത്തേ ഇല്ല. പക്ഷെ കുപ്പി എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എടുത്തു. അങ്ങനെ ഞാനതെടുത്ത് തുറന്നൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്ലേക്ക് ഉള്ള കുറേ മോൾഡിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കുറേ ടൈപ്പ് ഓഫ് കളർ ഓഫ് ക്ലേസ് ഉണ്ട്. അതൊക്കെ ഞാൻ കുറേ പിടിച്ച് നോക്കിയിട്ടോ, എടുത്ത് നോക്കി. ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ 2 രൂപയ്ക്ക് 50 പൈസയ്ക്കൊക്കെ മിഠായി മേടിക്കത്തില്ലേ, ചെറിയ കവറിൽ, അതേപോലെ അതിനിടയിൽ കണ്ടൊരു വാളും എനിക്ക് കിട്ടിയിട്ടോ. ഇതൊക്കെ എന്തിനാണ് ഇവർ അതിനകത്ത് ഇട്ടേക്കുന്നതിന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെ കുലുക്കി നോക്കിയപ്പോൾ നല്ല രസം. അപ്പം ഞാനൊന്നും നോക്കിയില്ല, ഒക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ ഇട്ട് അങ്ങനെ അതൊക്കെ പിന്നെ അടച്ചു വെച്ചു. അടുത്ത പ്രൊഡക്റ്റാണ് സ്റ്റിക്കേഴ്സ്. എൻ്റെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് ഇതൊക്കെ കാണുമ്പോൾ ആഹ്ലാദിക്കുക കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റിക്കേഴ്സുകൾ. ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പോയാൽ, പ്രത്യേകിച്ച് ഫാൻസിയിൽ കയറിയാലും ഞാൻ സ്റ്റിക്കർ മേടിക്കും. അപ്പോൾ ഈ സ്റ്റിക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കർ മേടിച്ചത് കേട്ടോ. അപ്പം ഇതൊരു പിങ്കാണ്, പിങ്ക് പർപ്പിൾ യെല്ലോ ഷെയ്ഡ് വരുന്ന കുറേ ബട്ടർഫ്ലൈസാണ്. പിന്നൊന്നാണ് ബ്ലൂ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു റിയലിസ്റ്റിക് ഫീലാണ്, ഒരു 3D തന്നെയാണ് ഈ സ്റ്റിക്കേഴ്സ് എല്ലാം. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ട ലിസ്റ്റിൽ ഒന്നാണ് കേട്ടോ. പിന്നെ ഇതേ അടുത്ത സ്റ്റിക്കർ ഒരു ബോട്ടാണിക്കൽ സ്റ്റിക്കറാണ്. ആക്ച്വലി ഇതിൻ്റെ കളർ കേട്ടിട്ട് ഞാൻ മേടിച്ച കേട്ടോ. ഒരു പീച്ച് പിങ്ക് മിക്സ്ഡ് കളറാണ്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ സ്റ്റിക്കറല്ലേ, വിടൂല, ക്യൂട്ടാണ്, സെറ്റാണ്. ഇത് മാസ്കിംഗ് ടേപ്പാട്ടോ. ശരിക്കും ഞാൻ വാഷി ടേപ്പ് മേടിക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ മാസ്കിംഗ് ടേപ്പേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത് വെച്ചങ്ങ് ഒതുക്കി. എനിക്കിഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ആയിരുന്നു ഇത്. പിന്നെ ഇതാ ഈ സംഭവം, ഇതൊരു ജെല്ലാണ്. ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഏറെക്കുറെ എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവം തന്നെ. നമ്മുടെ ഈ ഡസ്റ്റൊക്കെ വേഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തുള്ള ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജെല്ലാട്ടോ ഇത്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് എൻ്റെ ആ ടേബിളിൻ്റെ സൈഡിലുള്ള ഡസ്റ്റൊക്കെ ഒന്നെടുത്ത് ക്ലീൻ ആക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. സംഭവം സെറ്റായിരുന്നു, നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത പ്രൊഡക്റ്റാട്ടോ, ഞാൻ കുറേ കാലമായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ചൊരു പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിൽ പെടുന്നൊരു സാധനമാണ് മിനി ഹോൾ പഞ്ച്. അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ക്യൂട്ട് ഇത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ കട്ടിയുള്ള പേപ്പറിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. സംഭവം പരാജയമായിരുന്നു. കട്ടിയുള്ള പേപ്പറിൽ ഇത് വർക്കാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കട്ടി കുറച്ചൊരു പേപ്പർ നോക്കി, അപ്പോൾ അതിൽ വർക്കാവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ വീണ്ടും ശ്രമിച്ച് നോക്കി, പക്ഷേ അത് കട്ടിയില്ലാത്ത പേപ്പറിൽ തന്നെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ എന്തിനാണെന്നറിയാതെ ഒരു ബ്ലാക്ക് പേപ്പറും പിന്നെ ഒരു ബ്രൗൺ കളർ പേപ്പറും മേടിച്ചു കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ മേടിച്ച സാധനങ്ങൾ. ഇനി ഇത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇനി കൊണ്ടുവരും. അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ടതിന് താങ്ക് യു ഗൈസ്. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.